ഗായ്സ് വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറെ ഒന്നല്ല കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൈയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ കൈ കണ്ടോ എത്ര സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്, എത്ര ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് നോക്കണേ. ഇത് ഞാൻ ഷേവ് ചെയ്തതല്ല, വാക്സ് ചെയ്തതല്ല, ഇത് രണ്ടും ചെയ്യാതെ ഞാനിവിടെ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ. അതാണ് ഇന്നിവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി ഞാൻ വാക്സ് ഒറ്റ തവണയേ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഞാൻ ആ പരിപാടിക്ക് പോയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ? എവർടീൻ ക്രീം ഹെയർ റിമൂവൽ ബിക്കിനി ലൈനാണ്. ആക്ച്വലി ഇത് ബിക്കിനി ഏരിയസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ നമുക്ക് കയ്യിലും കാലിലെ ഹെയർ എടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി ഇതിൻ്റെ കൂടെ ഒരു സ്പാച്ചുലയും അതേപോലെ തന്നെ വെറ്റ് ടിഷ്യൂ കോയിനില്ല അതും കിട്ടുന്നുണ്ട്. എനിക്ക് കോംബോ പാക്ക് ആയിട്ടാണ് കിട്ടിയത്. ഒന്നല്ല 2 ക്രീം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പാച്ചുലയും 2 വെറ്റ് ടിഷ്യൂ കോയിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കംപ്ലീറ്റ്ലി ഇത്രയും ആയിട്ടുണ്ട്, തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റ് ടിഷ്യൂ. ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ. നമുക്കത് യൂസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് അറിയുണ്ടാകും, എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണെന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഫോർമുല എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നാച്ചുറൽ കാമോമൈൽ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഹാഷായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. ഇൻഗ്രോൺ ഹെയർസിൻ്റെ വീണ്ടും ഉണ്ടാകുന്ന ആ പ്രശ്നം ഇല്ലാതാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ റേസറാണല്ലോ പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന കട്ട്സും അതേപോലെ ബേണിംഗ് ഒന്നും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചർമ്മത്തിന് എന്തെങ്കിലും നിറവ്യത്യാസം വരുന്നില്ല, അതായത് ഡാർക്കനിങ്ങോ അങ്ങനെയൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഈ ഒരു ക്രീം ആവശ്യത്തിന് നമ്മുടെ കയ്യിലുള്ള സ്പാച്ചുലയിൽ എടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ബിക്കിനി ലൈനിൽ അപ്ലൈ ചെയ്യാം. ബിക്കിനി ഏരിയയിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് അവിടുത്തെ ആ ഏരിയയിലെ ഹെയർ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് നമ്മൾ അവിടെ വെക്കുക. കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു വെറ്റ് ടിഷ്യൂ ഉണ്ടല്ലോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്, അത് വെച്ചിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും മാക് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് ആണ്. പക്ഷേ എന്നാലും നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം ഇത് ബോഡിയിൽ ഇടാവുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലും അണ്ടർ ആംസിലും അതേപോലെ തന്നെ കാലിലെ ഹെയറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടോ നിങ്ങൾ, കുറച്ച് ഹെയർ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് കാണിച്ചു തരാം. ഇത് കാലിൽ ഈ ഒരു ആ ഒരു ട്യൂബിലുള്ളത് ഏകദേശം കഴിയാനായി കേട്ടോ. അപ്പോൾ കഴിയാനായി എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കൈ വെച്ചിട്ട് കണ്ടോ, ഞാൻ കൈ വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്തപ്പോൾ ആ ഉരുണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, അത് നമ്മുടെ ഹെയർസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഒരു തുണി നോർമൽ നമ്മുടെ ടിഷ്യൂ വെറ്റ് ടിഷ്യൂ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലേ നോർമൽ നമ്മുടെ തുണിയില്ലേ അത് നനച്ചിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഒരു തുണി വെച്ചിട്ട് നിങ്ങൾക്ക് തുടച്ച് കാണിച്ചു തരാണ് കേട്ടോ അത്. അപ്പോൾ കണ്ടോ എൻ്റെ കൈ ഇരിക്കുന്നത് കണ്ടോ, നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കയ്യിലെ ഹെയർ എടുക്കാനും അണ്ടർ ആംസിലെയും എല്ലാം കാലിലെയും ഒക്കെ ഹെയർ എടുക്കാനും ഇത് അടിപൊളിയാണ്. അപ്പോൾ പ്രൈവറ്റ് ഏരിയാസിൽ എന്തായാലും ഇതേപോലെ നമ്മളിങ്ങനെ ഹെയർ ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാലിലും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ശരിക്കും സ്പാച്ചുല വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ ബോഡിയിൽ. ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഹെയർ ഇങ്ങനെ വടിച്ചെടുക്കാനും പറ്റും കേട്ടോ. കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷം ഈ സെയിം സ്പാച്ചുല വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ തന്നെ ഹെയർ കുറേ ഇങ്ങ് പോരും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ നനച്ച് അങ്ങനെ തുടച്ചാൽ മതി. അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ കോട്ടൻ്റെയോ സാധാ തുണിയില്ലേ അത് നനച്ചിട്ട് അത് വെച്ചിങ്ങനെ വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോരും കേട്ടോ. അത് ഞാൻ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഇത് ഞാൻ ആ ടിഷ്യൂ വെച്ചിട്ട് കാണിച്ചു തരാണ്. ഇപ്പോൾ എൻ്റെ കാല് കണ്ടോ എത്ര നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ള ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് വാക്സാണ്, മെഴുകില്ലേ അതിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. കാല് അത്രയ്ക്ക് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ.
ഈ ഒരു പ്രൊഡക്റ്റിന് ഹാർഷായിട്ടുള്ള സ്മെല്ലില്ല എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. എനിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക, എന്തോ ഒരു കെമിക്കലിൻ്റെ സ്മെല്ലല്ല, പക്ഷേ എന്തോ ഒരു സുഖമില്ലാത്തൊരു സ്മെല്ല് മാതിരി. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. പിന്നെ പ്രൈവറ്റ് ഏരിയയിൽ ക്രീം യൂസ് ചെയ്യുന്നത്, ഇത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ താല്പര്യമാണ് ഈ ക്രീം യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാനിത് പ്രൈവറ്റ് ഏരിയയിൽ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കാലിലെ ഹെയർ എടുക്കാനും അണ്ടർ ആംസ്, കൈ, ഇങ്ങനെയുള്ള ഏരിയയിൽ മാത്രമേ ഞാൻ ഈ സാധനം യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്കതിനും മാത്രമുള്ള ധൈര്യമില്ല. അപ്പോൾ ഞാൻ പറയണു, നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട പ്രൈവറ്റ് ഏരിയയിൽ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി, അത്രയും ഞാൻ പറയണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലാണെങ്കിലും അണ്ടർ ആംസിലാണെങ്കിലും കാലിലാണെങ്കിലും ഹെയർ എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ലോഷനോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ക്രീം യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൂടി ഉപകാരമാവും. എനിക്ക് വലിയ ധൈര്യമില്ല ഗൈസ് ഈ ഒരു സാധനം നമ്മുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ബോഡി ലോഷനോ മോയ്സ്ചറൈസറോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഹെയർ എടുത്തതിന് ശേഷം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനമാണ് റോസ് വാട്ടർ. അല്ലെങ്കിൽ റോസ് വാട്ടറും നമ്മുടെ ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലിക്വിഡില്ലേ, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് നമ്മുടെ സ്കിന്നിൽ അടിപൊളിയാണ്. ഹെയറും കൂടി എടുത്തിട്ട് നമ്മൾ ഈ ഒരു സംഭവം കാലിൽ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. ആക്ച്വലി ഇത് കയ്യിലും കാലിലൊക്കെ ഇടുന്ന സമയത്ത് അത്രയ്ക്ക് നമ്മുടെ കൈയും കാലും നീറ്റായിട്ടിരിക്കുന്നുണ്ട്, ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്, സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട്. ഇതാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. പ്രൊഡക്റ്റ് അടിപൊളിയാണ്. അതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊഡക്റ്റ് അടിപൊളിയാണ്. പിന്നെ എനിക്ക് ധൈര്യമില്ലാത്തത് കാരണമാണ് പ്രൈവറ്റ് ഏരിയയിൽ ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക എന്ന് ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നെ നോക്കുക, എൻ്റെ കൈയും കാലും ഒക്കെ എത്ര നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഗ്ലേസിങ് ആയി, നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.